നവീകരണമാകും ഭാവി തലമുറയെ രൂപപ്പെടുത്തുകയെന്നും എന്നാൽ നവീകരണം കേവലം സ്റ്റാർട്ടപ്പുകളിലോ സാങ്കേതിക വിദ്യകളിലോ മാത്രം ഒതുങ്ങുന്നതല്ലെന്നും മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖരൻ. കേരള മാനേജ്മെന്റ് അസോസിയേഷൻ KMA 42ാമത് മാനേജ്മെന്റ് കൺവെൻഷൻ കൊച്ചി ബോൾഗാട്ടി ഹയാത്ത് കൺവെൻഷൻ സെന്ററിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരള മാനേജ്മെന്റ് അസോസിയേഷന്റെ 42ാമത് മാനേജ്മെന്റ് കൺവെൻഷന് കൊച്ചി ബോൾഗാട്ടി ഗ്രാൻഡ് ഹയാത്ത് കൺവെൻഷൻ സെന്ററിൽ തുടക്കമായി. മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ ദ്വിദിന കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. നവീകരണമാകും ഭാവിയെ രൂപപ്പെടുത്തുകയെന്ന് അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. വ്യക്തികളുടേതായാലും സ്ഥാപനങ്ങളുടേതായാലും സർക്കാരുകളുടേതായാലും വിജയവും പരാജയവും നിർണ്ണയിക്കാൻ പോകുന്നത് നവീകരണത്തെ എത്രത്തോളം ഉൾക്കൊള്ളുന്നു എന്നത് അടിസ്ഥാനമാക്കിയിരിക്കും. നവീകരണം കേവലം സ്റ്റാർട്ടപ്പുകളിലോ സാങ്കേതിക വിദ്യകളിലോ മാത്രം ഒതുങ്ങുന്നതല്ല. നയരൂപീകരണത്തിലടക്കം നവീകരണം അനിവാര്യമാണ്. ഉൽപാദന രംഗത്ത് കൂടുതൽ രാജ്യങ്ങൾ മത്സരിക്കുന്നുണ്ട്. ആഗോളവൽക്കരണം ഉഭയകക്ഷി ബന്ധങ്ങൾക്ക് വഴിമാറി. വൈദഗ്ധ്യമായിരിക്കും പുതുതലമുറയുടെ ഭാവിയെ നിർണ്ണയിക്കുക. കൂടുതൽ നിക്ഷേപം സമാഹരിക്കാൻ കൂടുതൽ പ്രതിഭയും അവസരങ്ങളും ആവശ്യമാണ്. വരും നൂറ്റാണ്ടിൽ കൂടുതൽ പ്രതിഭകളുള്ള രാജ്യം കൂടുതൽ നേട്ടമുണ്ടാക്കുമെന്നും രാജീവ് ചന്ദ്രശേഖർ ചൂണ്ടിക്കാട്ടി. Present to you that innovation in the context of the world that we are living in is not a concept that is an outlier concept. It is a very central concept, and in a lot of ways innovation is the way to shape the future of an organization, of a government, of an individual. Unlike in any other time in the history of modern mankind, innovation and technology are important determinants of the success or failure of an individual's career, life, a government's term, or indeed, as Mr. Hari Kumar said, in a world where the life cycles are shortening, it will determine the success or failure of a corporation or an enterprise or a business. ബിസ്ലേരി ഇന്റർനാഷണൽ CEO ആഞ്ചലോ ജോർജ് മുഖ്യപ്രഭാഷണം നടത്തി. ഡിജിറ്റൽ ഓഡിയൻസിനനുസൃതമായി മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ രൂപപ്പെടുത്തണമെന്ന് അദ്ദേഹം പറഞ്ഞു. കോവിഡ് കാലത്ത് പൂർണ്ണമായും പ്രവർത്തനം നടത്തിയ അപൂർവം കമ്പനികളിൽ ഒന്നാണ് ബിസ്ലേരി. ദുബായ് പോർട്ട് അതോറിറ്റി എക്സിക്യൂട്ടീവ് ഡയറക്ടർ ക്യാപ്റ്റൻ ഇബ്രാഹിം അൽ ബ്ലൂഷി മുഖ്യാതിഥിയായി പങ്കെടുത്തു. അബീർ മെഡിക്കൽ ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ് ഡോക്ടർ അഹ്മദ് ആലുങ്കൽ, MBRS ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ് ഇന്റർനാഷണൽ ബിസിനസ് CEO യഷ് റാഡിയ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. KMA പ്രസിഡന്റ് ബിബു പുനൂരാൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കൺവെൻഷൻ ചെയർ K ഹരികുമാർ സ്വാഗതവും ഓണററി സെക്രട്ടറി ഡോക്ടർ അനിൽ ജോസഫ് നന്ദിയും പറഞ്ഞു. ഇന്നവേറ്റ് ടു എലിവേറ്റ് എന്നതാണ് ഇത്തവണത്തെ ചർച്ചാ വിഷയം. ബിഗ് ബാസ്ക്കറ്റ് കോ-ഫൗണ്ടർ ഹരി മേനോൻ, ബാറ്റ APSC പ്രസിഡന്റ് രാജീവ് ഗോപാലകൃഷ്ണൻ, ITC ഫുഡ് CEO രോഹിത് ഡോഗ്ര, നയാന എനർജി എക്സിക്യൂട്ടീവ് ചെയർമാൻ പ്രസാദ് K പണിക്കർ, ONDC മാനേജിംഗ് ഡയറക്ടറും CEOയുമായ T കോശി എന്നിവർ പ്രഭാഷണം നടത്തും. ഇന്നൊവേഷൻ ഇൻ ഫാഷൻ എന്ന സെഷനിൽ വിനോദ് നായർ, പ്രൊഫസർ സോമേഷ് സിംഗ്, ഉമ പ്രജാപതി, ഡോക്ടർ ഡാർലി കോശി, ഡിസൈനർ റൗക്ക സ്ഥാപകൻ ശ്രീജിത്ത് ജീവൻ എന്നിവരും ഫിൻടെക് പാനലിൽ IIM കോഴിക്കോട് അസോസിയേറ്റ് പ്രൊഫസർ മുഹമ്മദ് അബ്ദുള്ള, NSC ഇന്റർമീഡിയറി റിലേഷൻഷിപ്പ് മേധാവി അഭിഷേക് ബാലവാക്കർ, ഫെഡറൽ ബാങ്ക് വൈസ് പ്രസിഡന്റ് C സുമോദ് എന്നിവരും സംസാരിക്കും. സെലിബ്രിറ്റി സക്സസ് എന്ന വിഷയത്തിൽ നടക്കുന്ന പാനൽ ചർച്ചയിൽ KSIDC ചെയർമാൻ C ഗോപാലകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തും. S സുഹാസ്, പ്രവീൺ തോമസ്, അഫ്ദേൽ A വഹാബ്, യാഷ് റാഡിയ, സുനിൽ കേസ്കറിയ, സ്റ്റീഫൻ ദേവസി, ജേക്കബ് ജോയി, നികിത ശങ്കർ എന്നിവർ സംസാരിക്കും. സമാപന ചടങ്ങിൽ തോമസ് മാത്യു, KS ശബരിനാഥൻ എന്നിവർ പങ്കെടുക്കും. ന്യൂസ് ഡെസ്ക്, ചാനൽ 91, കൊച്ചി.